ഭൂരിപക്ഷ ഐക്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ ഐക്യം എന്ന് പറഞ്ഞാൽ ഏതാണ് ഐക്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭൂരിപക്ഷ സമുദായത്തിൻ്റെ NSS മാത്രമല്ല, നായാടി തൊട്ട് നസ്രാണി വരെ പുതിയ മുദ്രാവാക്യമാണ്. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. അവർ പലരും എന്നെ സമീപിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ആശയത്തെ പിൻബലം നൽകിക്കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള നസ്രാണികൾ വരെ എന്നെ വന്ന് കണ്ടുകൊണ്ട് എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്ത് പിൻബലമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നതായിരുന്നു നേരത്തെ. അതൊന്ന് മാറ്റം വരുത്തി നായാടി തൊട്ട് നസ്രാണി വരെ. അതൊരു BJPയുടെ ഒരു നിലപാടല്ലേ? അങ്ങനെയല്ല, BJPയുടെ നിലപാടല്ലല്ല. BJPയുടെ നിലപാട് അങ്ങനെയല്ലല്ല. BJP നസ്രാണിയെ കൂട്ടിയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, അവർ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ. ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ശ്രമമൊക്കെ BJP നടത്തുന്നുണ്ടല്ലോ. അവർ നടത്തിയിട്ട് വല്ലതും കിട്ടിയ അവർ പറഞ്ഞോട്ട് വന്നു. എന്നാൽ ആരാണ് ചോദിക്കുന്ന ആളാരാണ്? നിങ്ങൾ ഏതാണ്? ഞാൻ ചോദിച്ചോട്ടെ. 3 ക്രിസ്ത്യാനികൾ മന്ത്രിയാക്കിയവർ. ആദ്യം അൽഫോൺസ് കണ്ട് തന്നാനം, അതിനുമുമ്പ് നമ്മുടെ PC തോമസ്, കണ്ണൻ താനം, പിന്നെ ഇപ്പൊരാൾ. എന്ത് റിസൾട്ട് കിട്ടി? പറ. ഇപ്പം തന്നെ എൻ്റെ സുഹൃത്ത് ആൻ്റണിയുടെ മകൻ അൽജാദിനുണ്ട്. ക്രിസ്ത്യാനികൾ പലരും ചേർന്നെങ്കിലും ആ ക്രിസ്തുവിനെ ആ വിഭാഗത്തെ നയിക്കുന്നത് മത നേതാക്കന്മാരാണ്. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ക്രിസ്തു സമൂഹം അവരെ ഇതുവരെ തുറന്ന മനസ്സോടുകൂടി BJP ആയിട്ട് ചേർന്നിട്ടില്ല എന്നുള്ളത് നേരെ തന്നെയാണ്. അവർ ചേരണമെന്നുണ്ട്. അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പറേ അവർ ഭയപ്പെടുന്നുണ്ട്, അപ്പുറേ ഒരു സംരക്ഷണം അവർക്ക് ഇത് ഉറപ്പ് കിട്ടുന്നുമില്ല. അങ്ങനെ അവർ തൃസംഘ സ്വർഗത്തിൽ നിൽക്കുന്നു. അവരെ കൂടെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം ആരിൽ നിന്നുണ്ടായാലും അവർ സ്വാഗതം ചെയ്യുന്നതാണ്. ഈ കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുമൊക്കെ ആയിട്ട് ഇക്കാര്യം സംസാരിക്കുമോ? അതൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. എൻ്റെ കൂടെ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. SNDPയിലെ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇവരുടെ ഒരു ഐക്യം ഉണ്ടാക്കി ഒരു വോട്ട് മേടിച്ചു കൊടുക്കാനോ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ആശയ അഭിപ്രായങ്ങൾ പറയും. അതോടൊപ്പം തന്നെ ഞാനൊരു പാർട്ടിയിലും വാലായിട്ടോ ചൂലായിട്ടോ നിൽക്കില്ല. നമ്മളെ ചവിട്ടാനും തൊഴിക്കാനും ആര് വന്നോ അവർ അതേ നാണയത്തിൽ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യും. അതിന് ഉറപ്പാണ്. സ്നേഹിക്കുന്നവരാരുണ്ടോ അവരെ സ്നേഹിക്കുകയും ചെയ്യും. താങ്കൾ മുഖ്യമന്ത്രിയുടെ ഒരു മെഗാഫോണായി മാറുന്നു. അത് നിങ്ങളൊക്കെ തന്നെ പരത്തണമല്ലേ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ. അത് അയാൾക്ക് വട്ടാ. കാരണം അത് അയാളുടെ സ്വരം ഏതാണ്? അയാൾ മുസ്ലിം ലീഗിൻ്റെ സ്വരമാണ് അയാളത്. അയാളുടെ വായിൽ നിന്ന് വരുന്ന ആരുടെ സ്വരമാണ്? എല്ലാം ലീഗിൻ്റെ. അതിങ്ങനെ പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് നിർത്തേണ്ടത് എന്തിനാണ്? അയാളുടെ ഭാവിയിലെ കാര്യസാധ്യത അത് കാണാൻ പോണ പോലെയല്ലേ. ഇലക്ഷൻ കഴിയട്ടെ. 20 വർഷം മുൻപ് പലയിടത്തും വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ടായിരുന്നു, രാമലക്ഷ്മണന്മാരുടെ. അതുപോലെ ഇനിയും ഒരു ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നില്ല. രാമലക്ഷ്മണന്മാരല്ലല്ലോ ഇനിയിപ്പോൾ ലക്ഷ്യം. അത് അന്ന് രാമനും ലക്ഷ്മണനും ആ ലക്ഷ്യം നിന്ന് മാറിയല്ലോ. ഇന്ന് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ ആശയമായിരുന്നുവെങ്കിൽ അതിപ്പോൾ കാലഘട്ടം അനുസരിച്ച് മുദ്രാവാക്യങ്ങൾ മാറി. പണ്ട് നായരുമായിട്ട് ഞങ്ങൾ യോജിപ്പിലല്ല എന്നുള്ള ഇപ്പോൾ അത് വേണ്ടെന്നല്ലേ ഇപ്പോൾ ജീവനം വന്നില്ല. വേണ്ട. 21 ശേഷം കൂടിക്കാഴ്ചയ്ക്ക് കാഴ്ചക്ക് ഞാൻ അദ്ദേഹത്തെ അവർ പലരുമായിട്ട് കാണുന്നുണ്ട്. കാരണം പെരുന്നേൽ ചെല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ പോവും. പെരുന്നേൽ ചെല്ലുന്നതിന് എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല. ചെല്ലണം കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിന് അസുഖമായിരുന്നപ്പോഴും ഞാൻ വിളിച്ചിരുന്നു. അസുഖമായിട്ട് കാലിൽ നിന്ന് വീണില്ലേ, അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. ക്ഷേമമൊക്കെ അന്വേഷിച്ചു, സന്തോഷമായിട്ട് സംസാരിച്ചു. എൻ്റെ ഒരു പ്രതിനിധിയെന്ന് നേരിട്ട് സംസാരിച്ചു. ഒരു അകൽച്ച പരിഹരിച്ചു. കാരണം പഴയ ഒരു അകൽച്ച ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കും തോന്നുന്നില്ലേ പഴയ ഒരു അകൽച്ച ഇന്നിപ്പോൾ NS നേതൃത്വത്തിന് ഇല്ലയെന്ന്? നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായം മാത്രമാണോ ഇതിന് പുറത്ത് ഐക്യത്തിൽ? ഐക്യത്തിൽ നാളെ അവരും വരുമെന്ന് ഉൾപ്പെടുത്താം.
അവിടെ പൊതു അജണ്ടയിൽ അവരും കൂടെ വരണം. എന്താണ് അജണ്ട, എന്താണ് അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ. 21-ാം തീയതി പൊതുവായിട്ട് ഞാനൊക്കെ പറയേണ്ട കാര്യമല്ല. ഏതാണ് മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിമിനെ ഭയപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികൾ. അതിനെല്ലാം സംശയം ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാം മനുഷ്യനെ വിട്ട് നടക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ്. വളരെ ഭയം എന്നാണ് നിൽക്കുന്നത്. ഇവിടെ ഭയപ്പാടാണല്ലോ, ഭീകരതയല്ലേ പലരും നടക്കുന്നത്. എന്തിനാണ് ഭയക്കുന്നത് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതൊക്കെ നമുക്ക് മീഡിയയിലല്ല വിശദീകരിക്കേണ്ടത്. അത് നമുക്ക് പറയേണ്ട പാട്ടി പറയാം. നമുക്ക് മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതുകൊണ്ട് വളരെ സന്തോഷം കണ്ടതിലും